ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സി എ നന്ദൻ പറയുന്നുണ്ട്, ഈ പറയുന്ന ഡെഡ് ബോഡി ചിലപ്പോൾ പത്മയുടെ ആവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. പത്മ എന്താണ് ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ്, അത് അമ്പായുടെ മൊഴിയിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു നമുക്ക് ആർക്കും അറിയില്ല. പത്മ ആക്രമിക്കപ്പെട്ടു, റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടിയപ്പോഴേക്കും കാള പെറ്റുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കയറെടുത്ത തമിഴ്നാട് പോലീസും അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് ഏമാമാരും, അതായത് പണിയെടുക്കാൻ മടിയുള്ള കുറച്ച് ഏമാമാരും അത് പത്മയാണെന്ന് എഴുതി തള്ളിയപ്പോഴേക്കും ആ കേസ് തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് പത്മയാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ പത്മ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ നമുക്ക് അന്വേഷിക്കാം, ചിലപ്പോൾ മിക്കവാറും പത്മ മിസ്സിംഗ് ആയിരിക്കും എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു സമാധാനമുണ്ട്. പത്മ ജീവനോടെ ഉണ്ട് എന്നൊരു പ്രതീക്ഷയാണല്ലോ അവർ തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ചെറിയൊരു സമാധാനവും കാര്യങ്ങളൊക്കെ കിട്ടാണ്. അങ്ങനെ ആ ഡെഡ് ബോഡി വീണ്ടും പരിശോധനയ്ക്ക് വേണ്ടി പോലീസ് ആംബുലൻസിൽ കയറ്റിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ആ അച്ഛനും വളരെ മനസ്സ് വേദനിച്ചിട്ടാണ് അവിടെ നിന്ന് അങ്ങ് പോണത്. അർജുൻ്റെ അടുത്ത് പറയണ്ട്, അത് നമ്മുടെ പത്മ തന്നെ ആയിരിക്കണോ, ഞാൻ ഈ ചടങ്ങ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ, അതായത് അർജുനാണല്ലോ കൊള്ളി വെക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പൊ അർജുൻ പറയുന്നുണ്ട്, ഇത് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആരോ പറയുന്ന പോലെ എനിക്കൊരു തോന്നൽ, ഇത് നമ്മുടെ പത്മയാവില്ല എന്നൊരു തോന്നല്, അത് ഏകദേശം കറക്റ്റ് ആയിട്ട് വന്നു എന്ന് വേണം വിചാരിക്കാൻ. ഇത് നമ്മുടെ പത്മയാവില്ലടോ, നമ്മുടെ പത്മ ജീവനോടെ ഉണ്ടാവും. ഈശ്വര, ഇത് അമ്പാടി അറിയുമ്പോൾ അവൻ എത്രമാത്രം സന്തോഷവും. അതേ രാജീവ്, അമ്പാടിക്ക് ഭയങ്കര സന്തോഷവും. അതിനുശേഷം അഞ്ജലി പറയണ്ട്, അല്ല നമുക്കിനിയിപ്പോ പത്മനെ കണ്ടുപിടിക്കണ്ടേ? വേണം. താനും ഞാനും കൂടി ഒരുമിച്ച് നിന്ന തീർച്ചയായിട്ടും നമുക്ക് പത്മേനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. ഞാനുണ്ട് രാജുവിന്റെ കൂടെ ഞാനുണ്ട്. അങ്ങനെ എല്ലാവർക്കും സമാധാനവും കാര്യങ്ങളൊക്കെ ആവണം. എല്ലാവരും തിരിച്ചു പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അർജുനെയാണ്. അർജുൻ അങ്ങനെ ദേഷ്യത്തോട് കൂടി തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ അർജുൻ വരുന്നതും കാത്തിരിക്കുകയാണ് വീട്ടിലെല്ലാവരും. കാരണം പത്മയുടെ അടുത്ത അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അർജുന്റെ വായനല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അർജുൻ വരാൻ കാത്തിരിക്കുകയാണ്. രാഘവണിയും മുൻപിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അർജുൻ മൈൻഡ് ചെയ്യേണ്ട മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി നോക്കുമ്പോഴേക്കും രാഘവനുണ്ണി അർജുനെ നോക്കുന്നുണ്ട്. അർജുൻ വേഗം സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നിലത്തേക്ക് വരുവാണ്. അതെ, നിങ്ങൾ സമാധാനിക്കൊന്നും വേണ്ട എന്ന് പറയാണ്. ആ രാഘവനുണ്ണി അർജുന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് തന്നെയാ പറഞ്ഞത്, ഇത്രയും നാളെ ഞാൻ നിങ്ങൾ എന്തൊക്കെ ക്രൂരത കാണിച്ചാലും അച്ഛാ അച്ഛാ എന്ന് വിളിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തോടു കൂടി തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളെ അച്ഛാന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല. കാരണം ഒരു കുഞ്ഞു പെണ്ണിൻ്റെ അടുത്ത്, അതായത് നിങ്ങളുടെ മകളുടെ പ്രായത്തിലുള്ള പെൺകുട്ടിയുടെ അടുത്ത് ഒരുത്തിന് ക്രൂരത ചെയ്തപ്പോൾ അത് ചോദിക്കാൻ പോലും നിങ്ങളുടെ നാവ് പൊങ്ങിയില്ല. ഒരു കൂട്ടുകാരനാണ്, ആത്മസുഹൃത്താന്നിട്ട് തെറ്റല്ലാതെ ആവില്ല. പിന്നെ ഒരു കാര്യം, പത്മ മരിച്ചെങ്കിലും മരിച്ചില്ലെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്കെതിരെ കണക്ക് ചോദിക്കാനായിട്ട് അവള് വരും. അഡ്വക്കേറ്റ് അഞ്ജലി, നിങ്ങൾ നോക്കിയിരുന്നോ, ഓരോന്നോരോന്ന് ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ഓരോന്നോരോന്നായിട്ട് കണക്ക് ചോദിച്ചുകൊണ്ട് തന്നെ അവൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഈ പറയുന്നത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം മകനായിട്ട് അർജുൻ രാഘവ്, നിങ്ങൾ നോക്കിക്കോ എന്ന് പറയാനായിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അർജുൻ കേട്ടോ. രാഘവണിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാണ്. ഇവനെന്താ ഇങ്ങനെ പറഞ്ഞത്? ഇവിടെ നിന്ന് പോയപ്പോഴേക്കും വളരെ ദേഷ്യത്തിൽ പോയെന്നുള്ളത് ശരിയാണ്. പക്ഷെ പത്മ മരിച്ചില്ലെങ്കിലും മരിച്ചാലോ എന്ന് പറയുമ്പോൾ ഇനി അവൾ മരിച്ചില്ലേ എന്നൊക്കെ വിചാരിക്കുകയാണ് രാഘവനുണ്ണി. അതേസമയം അഞ്ജലിക്ക് എന്തോ ഒരു മനസ്സിലൊരു തോന്നൽ, ഇല്ല പത്മ മരിച്ചിട്ടില്ല, പത്മ ജീവനോടെ ഉണ്ട് എന്നൊരു തോന്നൽ നമ്മുടെ അഞ്ജലിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുവാണ്. അങ്ങനെ അഞ്ജലി വിചാരിക്കുകയാണ്, എന്തായാലും പത്മനെ കൊല്ലാൻ നോക്കിയത് മിക്കവാറും അയാൾ തന്നെയായിരിക്കും, ആ കുറുപ്പ്. അയാളുടെ വീട്ടിൽ കയറി രണ്ട് വർത്താനം പറഞ്ഞേ പറ്റൂ എന്ന് വിചാരിക്കുന്ന അഞ്ജലി നേരെ കുറുപ്പിന്റെ വീട്ടിലേക്ക് പോവാണ്. കാരണം രാഘവനുടെ വീട്ടിലേക്ക് അഞ്ജലി പോവില്ലല്ലോ, ശബദം എടുത്തിരിക്കുന്നല്ലേ ആ വീടിന്റെ പടി ചവിട്ടില്ലെന്ന്. അതുകൊണ്ട് തന്നെ നേരെ പോണത് കുറുപ്പിന്റെ വീട്ടിലേക്കാട്ടോ. അവിടെയാണെങ്കിൽ കാർത്തിക് സോഫയിൽ കിടന്നുകൊണ്ട് ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്നു, കാവ്യാണെങ്കിൽ സോഫയിൽ ഇരുന്ന് ഫോണിൽ സംസാരിക്കുന്നു, കുറുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കണം, അമ്മ അടുക്കളയിൽ പണിയിലാണ്. അഞ്ജലി തള്ളി കയറി വീടിനുള്ളിലേക്ക് കയറാണ്. എടി 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 എടി, നീ എവിടേക്കാടി ഉന്തിത്തള്ളി പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും, ഇവിടേക്ക് തന്നെയാണ് വന്നത്. അതെ, ഞങ്ങളെ പത്മയുടെ ശവദാഹമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാന്നാണ് നിങ്ങൾ വിചാരിച്ചത് എങ്കിലേ നിങ്ങൾ അറിഞ്ഞോ, പത്മയുടെ ശവദാഹം ചെയ്തു എന്നൊക്കെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. പത്മയുടെ കേസ് ഇതോടുകൂടി തീർന്നു നിങ്ങളുടെ മകനും വിചാരിച്ച് സമാധാനിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം, പത്മയുടെ കേസ് ഒരിക്കലും തീരില്ല. പത്മ മരിച്ചാലും ഇല്ലെങ്കിലും ആ കേസ് തുടർന്ന് വാദിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. പിന്നെ പത്മ മരിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ, എനിക്കറിയാം നിങ്ങളുടെ മക്കൾ രണ്ടുപേരും ഇത് ആഘോഷമാക്കിയിട്ടുണ്ടാവും. ആക്കിക്കോ, നിങ്ങളെ
എത്ര വേണമെങ്കിലും ആഘോഷമാക്കിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ വെറുതെ നിങ്ങളുടെ സമയം പോയെന്നേ ഞാൻ പറയുള്ളൂ. എന്താടി പെൺകൊച്ചേ, നീ എന്തേ പറഞ്ഞു വരുന്നത്? അതെ, പത്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തിലല്ലേ അച്ഛനും മക്കളും? എങ്കിൽ നിങ്ങൾ കേട്ടോ, പത്മ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഭയങ്കര ഷോക്കായിട്ട് എന്ത്, പത്മ മരിച്ചില്ലെന്നോ എന്ന് കാവ്യ ചോദിക്കുമ്പോൾ, അതേ ബഹുമാനപ്പെട്ട മേഡം, പത്മ മരിച്ചിട്ടില്ല. മരിച്ചു എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അപ്പോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ, നിങ്ങളെന്തോ ബോഡി ദഹിപ്പിക്കാൻ പോവാണ് എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഉവ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ മരിച്ചത് പത്മയല്ല എന്നാണ് ഇപ്പൊ പോലീസിന്റെ നിഗമനം. എന്തായാലും ഞങ്ങൾക്ക് സമാധാനേ, പത്മ മരിച്ചിട്ടില്ല. ഇനി അവള് മരിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. മരിച്ചാലും ഞാൻ ഈ കേസായിട്ട് മുന്നോട്ട് പോയിരിക്കും. എത്ര തെളിവുകളും കാര്യങ്ങളും എൻ്റെ അടുത്തുണ്ട്, അത്രയും തെളിവുകൾ ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കുടുക്കിയിരിക്കും. പിന്നെ പത്മേനെ കൊല്ലാൻ നോക്കിയത് നിങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ടാണ്. അതായത് കുറുപ്പെന്ന് പറഞ്ഞ നിങ്ങളും തലതെറിച്ച് നിങ്ങളുടെ ഈ 2 മക്കളും കൂടി ചേർന്നിട്ടാണ് പത്മേനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് 3 പേർക്കും ഞാൻ എത്രത്തോളം ശിക്ഷ വാങ്ങിച്ചു തരാൻ പറ്റുമോ അത്രത്തോളം ശിക്ഷ വാങ്ങിച്ചു തരും. നിങ്ങൾ കാത്തിരുന്നോ. ഇനി അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ദിവസങ്ങളാണ് വരാൻ വേണ്ടി പോണത്. ചതിയുടെ ആൾരൂപമായിട്ടുള്ള താനും അതുപോലെ തന്നെ തൻ്റെ സുഹൃത്ത് രാഘവനുണ്ണിയും എണ്ണി നിങ്ങൾ ചെയ്ത ക്രൂരതകൾക്കൊക്കെ സമാധാനം പറഞ്ഞേ പറ്റൂ. കുറിപ്പ് പറയണ്ടേ, എടി നീ കത്തിക്കേറി എവിടേക്കാടി പോണത്? എനിക്ക് മനസ്സിലായി, നീ അയാളുടെ മകളാണല്ലേ, ആ പഴയ വക്കീൽ ശിവരാമകൃഷ്ണൻ. ഓ അതെ, ആ വക്കീലിന്റെ മകൾ തന്നെയാണ് ഞാൻ. എൻ്റെ അച്ഛൻ പടിയിറങ്ങി, ഒരു തെറ്റും ചെയ്യാതെ പടിയിറങ്ങിപ്പോയ കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ അഭിമാനത്തോടെ ഇരിക്കുന്ന മകളാണ് ഞാൻ. നിങ്ങൾ ചെയ്ത ക്രൂരതകൾ, അതായത് നിങ്ങൾ പണ്ടുകാലത്ത് ചെയ്ത ക്രൂരതകൾ മൊത്തം ഞാനിപ്പോൾ എടുത്ത് ഒരു കേസാക്കുകയാണെങ്കിൽ നിങ്ങൾ അകത്ത് കിടക്കും. എന്താ, നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? ഞാനത് ചെയ്ത് കാണിക്കണോ എന്ന് ചോദിക്കുകയാണ്. കുറിപ്പൊന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ ഈ മോള്, നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. എന്നെക്കാളും പ്രായത്തിൽ മൂത്തതാണല്ലോ. എൻ്റെ അച്ഛനമ്മ പറഞ്ഞിട്ടുണ്ട്, പ്രായത്തിൽ മൂത്തവരെ അങ്ങനെ അടിക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അടിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഈ മകൾ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് കാവ്യയുടെ മുഖത്തേക്ക്. അപ്പൊ തന്നെ കാവ്യ, അയ്യോ അമ്മേ എൻ്റെ മുഖം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ പിടിച്ചിരിക്കണം. നീ എന്നെ അടിച്ചു അല്ലേടി? അതെ അടിച്ചു. നിന്നെ ഞാനിപ്പോ അടിച്ചല്ലേ ഉള്ളൂ, കൊന്നൊന്നും ഇല്ലല്ലോ. നീ നോക്കിക്കോ, നിന്നെയും നിന്റെ അനിയനായിട്ടുള്ള ഇവൻ കാർത്തിക്കിനെ, നിന്റെ അച്ഛൻ കുറുപ്പിനെ, നിങ്ങൾ കുടുംബം മൊത്തം ഞാൻ ഇനി ജയിലിലേക്ക് കയറ്റും. നിങ്ങൾ മൊത്തം ഞാൻ ഇനി കോടതിയിലേക്ക് കയറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി നല്ല മാസമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാട്ടോ. അങ്ങനെ അർജുൻ വീട്ടിൽ നമ്മുടെ രാഘവനുണ്ണിനെ പിടിച്ച് കുലുക്കുമ്പോൾ അഞ്ജലി കുറുപ്പിനെ പിടിച്ച് കുലുക്കാൻ വേണ്ടി കുറുപ്പിന്റെ വീട്ടിലേക്ക് പോയിരിക്കുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത്. അപ്പൊ ഇത്രയും ഭാഗം മാത്രമേ നമ്മുടെ ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചുള്ളൂ കേട്ടോ. അപ്പൊ നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ നമുക്ക് അറിയാം പത്മ ജീവനോടെ വരുമോ എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ പത്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണാൻ, നാളത്തെ വീക്കെൻഡ് പ്രൊമോക്ക് വേണ്ടി നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്നും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ തന്നെ കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.